Hi children, welcome back to our EVS class. How are you? How was your holidays? You enjoyed well? Okay, then let us continue our topic. In this last period, we are discussing about 4th chapter. You know that? Our house and useful of houses, then also building materials, then 2 types of houses, kacha house and pakka house. Okay, you remember? Then, so let us continue our topic. Houses are built according to requirement. What do you mean by requirement? You know, think requirement. ആവശ്യങ്ങൾ. Peoples are built their houses according to their requirement. People's-ൻ്റെ ആവശ്യം അനുസരിച്ച് അവർ ഹൗസസ് ബിൽഡ് ചെയ്യും. Some peoples are living in the beach side. You know the beach side or bank of rivers. പുഴയുടെ അരികെയൊക്കെ bank of rivers. Then hillside, mountain area, hill area, then forest area, like that. So their houses are different. Our houses ഒക്കെ ഡിഫറെൻ്റ് ആവും. ഓക്കെ, ഓർ സം ഹൗസസ് ആർ ബിൽറ്റ് ദെയർ ബൈ ദ ക്ലൈമറ്റ് ചേഞ്ച്. നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് ഇല്ലേ, സീസൺസ്, റൈൻ സീസൺ, വിൻ്റർ സീസൺ, ആ സീസൺസിനനുസരിച്ച് ഹൗസസ് ബിൽറ്റ് ചെയ്യും. സോ ഇൻ ദിസ് പേജ് നമ്പർ 25 we are discussing first one, stilt house. What is stilt house? Stilt house, these houses are built in such a places where it rains heavily. Rainy season, you know, in last years Kerala affected a flood, you know, വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ. സോ റൈനി സീസണിൽ ഹെവി റൈൻ ചെയ്യുന്ന റീജിയൻസിലുള്ള ഹൗസസ് ലൈക്ക് ദാറ്റ്. യു ലുക്ക് അറ്റ് ദിസ് പിക്ചർ ആൻഡ് വീഡിയോ. ദിസ് ഇസ് സ്റ്റിൽറ്റ് ഹൗസ്. ദ ഹൗസസ് ബിൽറ്റ് എബോവ് ദ ഫില്ലേഴ്സ് കണ്ടോ, താഴത്തോട്ട് ഫില്ലേഴ്സ് ഉണ്ടാവും, അതിൻ്റെ മുകളിൽ സ്റ്റിൽറ്റ് ഹൗസ് ഉണ്ടാക്കും. സോ ദർ അവോയ്ഡ് ടു എൻ്റർ വാട്ടർ ഇൻ ടു ദ ഹൗസ്. ഹൗസിൻ്റെ ഉള്ളിലേക്ക് വാട്ടർ എൻ്റർ ചെയ്യുന്നത്, കടക്കുന്നത് എന്ത് ചെയ്യും, ഇത് ബ്ലോക്ക് ചെയ്യും. സോ ദ സ്റ്റെയർ കേസ് ആർ ഹിയർ ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് ത്രൂ ദി ബോട്ട്സ്. ബോട്ടിലൂടെ അവർ മൂവ് ചെയ്യുന്ന സമയത്ത് ഫ്ലഡ് വരാൻ ചാൻസ് ഉള്ള ഏരിയാസ് ഉണ്ടാവും. കൂടുതൽ മഴ പെയ്താൽ അവിടെ വെള്ളപ്പൊക്കം വരാൻ ചാൻസ് ഉള്ള ഏരിയാസിൽ ദർ മേക്ക് ദ ബിൽറ്റ് ദ ഹൗസസ് ലൈക്ക് സ്റ്റിൽറ്റ് ഹൗസ്. ഓക്കെ, ദിസ് ഇസ് സ്റ്റിൽറ്റ് ഹൗസ്. Houses are built in such a places where the rain heavily. Okay, then next, tents. Okay, look at this picture. This is tents. This temporary house is a kacha house. Okay, this is not strong, economically cheaper also. Okay, so the tents are made of cloth like canvas. That cloth called canvas. The canvas cloth and can be folded and carried from one place to another. That's called in folded. After the use, the canvas cloth folded and carry one place to another. So the tents are used to the tourist. Where we are going to 1 month tour in one place, at that time we can resting time or sleeping time, we make the tents like that. Look at this picture. This is tents. ടെൻസിൽ മേക്ക് ചെയ്യുന്ന ക്ലോത്തിനാണ് ക്യാൻവാസ് ക്ലോത്ത് എന്ന് പറയാം. ആ ക്ലോത്ത് എന്ത് ചെയ്യുക, നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാം വൺ പ്ലേസ് ടു അനദർ. എന്നിട്ട് വേറെ പ്ലേസിലെത്തുമ്പോൾ അവിടെ നൈറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്ലീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ടെൻറ്റ് നിർമ്മിക്കും. ദെൻ നെക്സ്റ്റ് മോർണിംഗിൽ പിന്നെ അവിടെ നമ്മൾ എന്ത് ചെയ്യും, ട്രാവൽ ചെയ്യും. ടൂറിസ്റ്റുകൾ ട്രാവൽ ചെയ്തിട്ട് അനദർ പ്ലേസിൽ നൈറ്റ് ആകുമ്പോൾ അവർ പിന്നെ അവിടെ എന്ത് ചെയ്യും, ടെൻസ് നിർമ്മിക്കും. എന്നിട്ട് അവിടെ എന്ത് ചെയ്യും, സ്റ്റേ ചെയ്യും. ഓൺലി 2 days or few days. Okay, so tents is a temporary house. Tents are made canvas cloth and can be folded and carried one place to another. നമ്മൾ എങ്ങോട്ടൊക്കെ പോകുന്നു, ആ ക്യാൻവാസ് ക്ലോത്ത് നമുക്ക് മടക്കി നമ്മളെ ബാഗിൽ വെക്കും. ദെൻ എവിടെ പോയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യണം തോന്നുന്നു, അവിടെ നമ്മൾ എന്ത് ചെയ്യും, ടെൻറ്റ് നിർമ്മിച്ചിട്ട് അവിടെ കിടന്നുറങ്ങും അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യും. ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഹൗസ് ബോട്ട്സ്. യു നോ ദ ഹൗസ് ബോട്ട്സ്? ആർ യു ട്രാവലിംഗ് ഹൗസ് ബോട്ട്? In Alappuzha, in houseboat, I think you know that. Okay, then tourist area, this houseboats are, the houses are made in boats. ബോട്ടിൽ ഉണ്ടാക്കുന്ന ഹൗസസ് ആണ് എന്ത്, ഹൗസ് ബോട്ട്സ്. ഓക്കെ,
which float on water. Float on water. വാട്ടറിലൂടെ മൂവ് ചെയ്ത് അങ്ങനെ പോകും. ഓക്കെ, such houses have all facilities. Facilities means all items. That mean sleeping area, dining area, sleeping room, bedroom, kitchen. All requirements, all facilities are in the boat. Sometimes we can stay in 2-3 days or 1 month, okay, in the boat, houseboat. So the houseboats, they are made in boats which float on water. Such houses have all facilities inside the boat: water, food, then sleeping area, all items are there, and playing area. Some boats are very highly costly, so their playing area, okay, all our facilities are in the boats. So next one is igloo. Igloo, you look at this picture, this is igloo. In snow area, cold ഏരിയയിലാണ് ഇഗ്ലൂ ഉണ്ടാവുക. അവിടുന്ന് അത് മെൽറ്റായി പോകുന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഇഗ്ലൂവിൽ സ്നോ ഏരിയയിൽ എപ്പോഴും ഐസായിട്ട് നിൽക്കും, അതെന്തായാലും വാട്ടറായിട്ട് മാറില്ല. ഓക്കെ, ഇഗ്ലൂസ് ആർ മെയ്ഡ് ബൈ എസ്കിമേഴ്സ്. വാട്ട് ഈസ് എസ്കിമേഴ്സ്? ദിസ് ഇസ് പിക്ചർ, ദിസ് ഇസ് എസ്കിമേഴ്സ്. ആ റീജിയനിൽ ജീവിക്കുന്ന ആൾക്കാർക്കാണ് എസ്കിമേഴ്സ് എന്ന് പറയാം. അവരെന്ത് ചെയ്യും, ഇപ്പോൾ സീല് ആൻഡ് ആർട്ടിക് ആനിമൽസിനൊക്കെ ഹണ്ട് ചെയ്ത് ജീവിക്കുന്നവരാവും. അവരാണ് എസ്കിമേഴ്സ് എന്ന് പറയുക. ലുക്ക് അറ്റ് ദിസ് പിക്ചർ, ദിസ് ഇസ് എസ്കിമേഴ്സ്. Eskimos in the polar area means Canada, Arctic area. This is polar area. An igloo is made of snow. It's made by snow. Snow കൊണ്ടാണ് എന്തുണ്ടാക്കിയിട്ടുണ്ടാവുക, ഇഗ്ലൂ ഉണ്ടായിട്ടുണ്ടാവുക. ദിസ് ഇസ് പിക്ചേഴ്സ് ഓഫ് ഇഗ്ലൂ ആൻഡ് എസ്കിമോസ്. So igloos are made by the Eskimos in the polar area. An igloo is made of snow. Okay, this is type of house. Then next is caravans. Look at this picture. This is caravans. These are the moving houses. These are the moving houses, one place to another place. This is moving houses. Tents are moving material. Materials എന്ത് ചെയ്യും, ടെൻസും മേക്ക് ചെയ്യുന്ന ക്യാൻവാസ് മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യും, ഫോൾഡ് ചെയ്തിട്ട് ക്യാരി ചെയ്യും. ഹൗസസ് മൂവ് ചെയ്യുന്നില്ല. ബട്ട് ഇൻ ദിസ് കേസ് ഓഫ് കാരവാൻസ്, ഹൗസസ് ആർ മൂവിങ്. കാരവാൻസ്, നിങ്ങൾ വലിയ കാരവാൻ വാനുകളൊക്കെ ഉണ്ടാവും. വാനാണ് കാരവാൻ, മീൻസ് വാന്. ഈ കാരവാനിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും, എല്ലാ സൗകര്യങ്ങളും ആ വാനിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അത് ഒരു ട്രാവലിംഗ് ആണ്, നമ്മളിങ്ങനെ ഓടിച്ചു പോവാം. അപ്പോൾ വൺ പ്ലേസ് ടു നമുക്ക് നിർത്തിയിട്ടിട്ട് അവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അന്ന് സ്റ്റേ ചെയ്യുകയും ചെയ്യാം. നിർത്തിയിട്ട് ഒരു സൈഡാക്കി നിർത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് സ്റ്റേ ചെയ്യുകയും ചെയ്യാം. ജിപ്സീസ് ആർ ലീവ് ഇൻ കാരവാൻസ്. എപ്പോഴും ജിപ്സീസ് കാരവാൻസിലല്ല ജീവിക്കാറ്, പക്ഷേ ജിപ്സീസ് ലീവ് ചെയ്യുന്നത് കാരവാൻസിലാണ്. ജിപ്സീസ് എന്ന് പറഞ്ഞാൽ ട്രാവൽ ചെയ്യുന്നവർ, കച്ചവടക്കാർ, ട്രാവൽ ചെയ്യുന്ന കച്ചവടക്കാർക്കൊക്കെ ഒരു വാൻ ഉണ്ടാവും, കാരവാൻസ്. ആ വാനിൽ അവിടെ എല്ലാ ഫെസിലിറ്റീസും, ഡ്രസ്സ്, എല്ലാ ഫുഡ് ഐറ്റംസും ഉണ്ടാവും ആ വാനിൽ. അപ്പം അവരെന്ത് ചെയ്യും, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കാരവാൻസ് യൂസ് ചെയ്യും. സോ ജിപ്സീസ്, look at this picture, this is gypsies live in caravans. People move one place to another with the caravans. Caravansil നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യും. സോ caravans is moving house, like house, not in vehicle. So caravans are the moving house. Is new words here, gypsies. Gypsies means നാടോടികൾ എന്ന് മലയാളത്തിൽ പറയും. That means സഞ്ചാരികളാണ് അവർ. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ഈ കാരവാൻസിൽ ട്രാവൽ ചെയ്യും. ദർ സംടൈം ബേക്ക് ഡാൻസേഴ്സ് ആൻഡ് സർക്കസ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ജിപ്സീസ് ലൈക്ക് ദാറ്റ്. യു ലുക്ക് അറ്റ് ദിസ് പിക്ചർ, ദിസ് ഇസ് ജിപ്സീസ്. So many states and so many countries, different types of gypsies here. So they are street circus, street dancers like that. These street magicians. So they are gypsies. Okay, the next, then this type of houses you studied. So two types of houses, kacha house and pakka house. Then another is requirement. നമുക്ക് ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഹൗസ് നിർമ്മിക്കുന്നതിൽ സ്റ്റിൽറ്റ് ഹൗസ്, ടെൻറ്റ്, ഹൗസ് ബോട്ട്, ഇഗ്ലൂ, then caravans. Okay, you have any doubt you can ask me personally. Okay, then parts of house. Next portion is parts of house.
You know the parts of houses. You know dining area, sit out, kitchen, bedroom, bathroom. Okay, these are the parts of houses. A house has many parts such as bedroom, living room, dining room, kitchen, hall, bathroom, study room, etc. It has doors and windows for fresh air and sunlight. Okay, it's not dark area in house because they make. Are you think about what's the use of window and door? Think. Window is used for coming light and fresh air. Doors also, and escape from thieves. Okay, so windows and doors for fresh air and sunlight. Look at this picture. This is so many rooms are here. These parts of the house. Okay, your house has so many parts like bedroom, living room, kitchen, bedroom, bathroom, like that. Okay, then next, quality of a good house. Qualities of good house. What are the qualities of good houses? You know. Yes, first one is it should be clean and tidy. Clean and tidy. Then second one is things should be kept in proper place. Sometimes your book in the kitchen. Then comb in the sit out. Then plate in the bedroom. This is the same correct place? No. Things should be kept in the proper place. Book only in the study table. Okay, or study area. Plates and glasses only in the kitchen. That's the place. Okay. Then third one, there should be proper drainage system in the house. What do you mean by drainage system? Drainage system means waste water പുറത്തേക്ക് കളയാനുള്ളൊരു സിസ്റ്റം വീട്ടിൽ വേണം. വേസ്റ്റ് വാട്ടർ നമ്മൾ വാഷ് ചെയ്ത ദെൻ ബാത്ത് ചെയ്ത വാട്ടറൊക്കെ പുറത്തേക്ക് കളയാനുള്ളൊരു സിസ്റ്റം വീട്ടിൽ. ഓൾ ഓഫ് ഹൗസസ് ആർ ഡൺ ദി സിസ്റ്റം. ഓക്കെ, സോ ഡ്രൈനേജ് സിസ്റ്റം മീൻസ് വേസ്റ്റ് വാട്ടർ പുറത്തേക്ക് കളയുക, കെട്ടി നിൽക്കാതെ അത് ഒരു ക്ലീൻ ഏരിയ ആക്കി മാറ്റാം. ദെൻ there should be a proper drainage system in their houses. Toilet and bathroom should be clean. There should be many windows for ventilation. Ventilation means fresh air. Okay, for the fresh air, it should have a small garden. What do you the use of a garden? You think only for beauty? No, beauty ku vendi മാത്രമല്ല garden. Oxygen gives from the plants. നമുക്ക് പ്ലാന്റ്സ് ആണ് നമുക്ക് വേണ്ട ഫ്രഷ് ഓക്സിജൻ തരുന്നത്. സോ നമ്മളെ വീടിൻ്റെ ചുറ്റുപാടും നല്ല ഫ്രഷ് ഗാർഡൻ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ഫ്രഷ് എയറും ഫ്രഷ് ഓക്സിജനും നമുക്ക് കിട്ടും. സോ we want the oxygen from the plants. So it should be have a small garden. A house becomes a home when the people live in the house live with love and peace and they care for each other. നമ്മുടെ ഹൗസിൽ നമുക്ക് എന്തുണ്ടാവും? ഫീൽ ഇൻ സേഫ്റ്റി പ്ലേസ് ആൻഡ് ലവ് പ്ലേസ് ആൻഡ് പീസ്. സമാധാനവും സ്നേഹവും ഉണ്ടാവും നമ്മളെ വീട്ടിൽ, അല്ലേ? The houses is live with love, peace and care of each other. Caring people. The parents care you, then also you care in the sisters and elder sister or younger sisters and friendly each other, love each other, peaceful nature in the house. A safety place and a lovable place. Okay, you are enjoying your house and love your parents and love your sisters, love your brothers. Okay, and peaceful place. There are many people who don't have their own houses. Some people in your locality in for rent, using rent houses. വാടക വീട്ടിലൊക്കെ നിൽക്കുന്നവരുണ്ടാവില്ലേ? So in this area or in this generation, so many people not have their own houses. Okay, animals also built their houses. All animals also built their house. You know, the crow make nest, then lion in the den. Okay, so many animals make their home.
then mouse, you know the mouse here, and snake also in the hole. So many houses make their own houses. And honey bee make their house, you know. So many animals and birds also there may build their house, their own houses. We should live with the love and peace and should care for each other. We should keep our houses and surrounding neat and clean. You should clean your house and surrounding. നമ്മൾ ഇപ്പോൾ മഴക്കാലമല്ലേ, വെള്ളമില്ലാത്ത സ്ഥലങ്ങൾ, വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. മുറ്റത്തെ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ പുല്ലുകളൊക്കെ പറിക്കാൻ ഹെൽപ്പ് ചെയ്യുക. ടു ഹെൽപ്പ് യുവർ മദർ ആൾസോ. ആൻഡ് should clean your house and surrounding house area neat and clean, because the mosquitoes lay the egg in the dirty water. So you make sure that not places in your surrounding. Okay, so you should keep our house clean and surrounding also neat and clean. Okay, so next class we are discussing the exercise also. So you write these new words, then answer the following also. After this video I will send these notes. Okay, are you like this chapter? Do you like this chapter? This is a chapter discussing about many types of houses in our surrounding and area, locality or in the world. Okay, our houses, your house also pakka house is strong house built by cement, brick, stone, etc. Then sometimes houses are stilt house in heavy raining area. Tents is used made of canvas and carried one place to another. Houseboat is tourist place. Then all facilities are there. Then igloo made by Eskimos. Then in polar area, igloo made by snow. Then caravans, that is gypsies lives in caravans. There are moving houses. Then parts of houses, bedroom, kitchen, dining area, like that. So then qualities of good houses, you should follow these qualities in your house, in your house. Okay, so you have any doubt, you can clear me after this video. Bye children, thank you very much. See you next time. Bye.